ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകർ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ. അപ്പോൾ നമ്മൾ +2ൻ്റെ ഫസ്റ്റ് ലെസൺ, ഇംഗ്ലീഷ് ലെസൺ 3 L's ഓഫ് എംപവർമെൻറ്റ്, അപ്പോൾ അത് ലെസൺ എടുത്തു കഴിഞ്ഞു. ഇനി അതിൻ്റെ ആക്ടിവിറ്റീസ് എന്താണെന്ന് നമുക്ക് നോക്കാം, അല്ലെ? വളരെ പെട്ടെന്ന്. ദെൻ വി വിൽ മൂവ് ടു ദി ആക്ടിവിറ്റീസ് ഓഫ് ദി ഫസ്റ്റ് ലെസൺ 3 L's ഓഫ് എംപവർമെൻറ്റ്. ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം നമുക്ക് എന്താണെന്ന്. ക്യാൻ സ്പീച്ചസ് മേക്ക് ആൻ ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ മൈൻഡ്സ്? അപ്പോൾ സ്പീച്ചുകൾ മനുഷ്യ മനസ്സുകളിൽ ഒരു സ്വാധീനം ചെലുത്തുമോ അല്ലെങ്കിൽ ഉണർത്തുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. നോക്കാം. അപ്പോൾ അതിന് പറയാം, സ്പീച്ചസ് ക്യാൻ ഡെഫിനറ്റ്ലി മേക്ക് ആൻ ഇമ്പാക്റ്റ് ഓൺ ദി ഹ്യൂമൻ മൈൻഡ്. അപ്പോൾ തീർച്ചയായും മനുഷ്യ മനസ്സുകളിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സ്പീച്ചുകൾക്ക് കഴിയും. വി സി ഹൗ ഗ്രേറ്റ് മെൻ ഇൻഫ്ലുവൻസ് ദർ പീപ്പിൾ വിത്ത് പവർഫുൾ സ്പീച്ചസ്. അപ്പോൾ നമുക്കറിയാം, പ്രധാന വ്യക്തികൾ വളരെ ശക്തമായ അവരുടെ പ്രസംഗങ്ങൾ കൊണ്ട് എങ്ങനെയാണ് മറ്റു വ്യക്തികളെ സ്വാധീനിച്ചിരുന്നത് എന്നത്. അവർ ഓൺ സുഭാഷ് ചന്ദ്ര ബോസ് സെറ്റ്, അല്ല, അദ്ദേഹം പറഞ്ഞു, നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒന്നായ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു, ഗിവ് മീ ബ്ലഡ് ആൻഡ് ഐ വിൽ ഗിവ് യു ഫ്രീഡം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മെനി പീപ്പിൾ ജോയിൻ ദി INA. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്ഥാനമായിരുന്നു INA, അല്ല, ഇന്ത്യൻ നാഷണൽ ആർമി. അതിൽ ഒരുപാട് ആളുകൾ ചേർന്നു. ദി കൺട്രിമാൻ ഡ്യൂറിങ് ദി സെക്കൻഡ് വേൾഡ് വാർ വിത്ത് ദിസ് ഹിസ് ബ്ലഡ്, അല്ലെ, തൻ്റെ രക്തം നൽകിക്കൊണ്ട് ഒരുപാട് ആളുകൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഈ INAയിൽ ചേർന്നു. ഇവിടെ രക്തം നൽകുക എന്ന് പറഞ്ഞാൽ എന്തിനു തയ്യാറായിക്കൊണ്ട് എന്നുള്ള അർത്ഥം കേട്ടോ, ഇല്ലാതെ രക്തം നാം പിടിച്ചോളൂ, ഒരു കുപ്പി 2 കുപ്പി എന്നുള്ളതല്ല അർത്ഥം. അപ്പോൾ അങ്ങനെ നോക്കാം നമുക്ക്. അതുപോലെ തന്നെ toil, tears and sweat, അല്ലെ, അവരുടെ വിയർപ്പ്, അല്ലേ, അതുപോലെ കഠിനാധ്വാനം, ഇതൊക്കെ നൽകി. നോക്കാം. Tears and sweat നോക്കാം. Then on 13th May 1940, when he was elected the Prime Minister, he told us, do you remember that? 13th 1940, when he was elected the Prime Minister, they told and conduct, I have nothing to offer but blood for toil. അപ്പോൾ ഇദ്ദേഹം എന്താണെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു ഉന്നതനായി തിരഞ്ഞെടുപ്പെട്ട് എനിക്ക് തരാനുള്ള ഇത് മാത്രമാണ് കഠിനാധ്വാനം, എൻ്റെ രക്തം എന്ന് അദ്ദേഹം പറഞ്ഞു. കെന്നഡി ഇൻഫ്ലുവൻസ്ഡ് ദി അമേരിക്കൻ യൂത്ത് ആൻഡ്, കെന്നഡിയുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് indeed the youth of all over the world with his famous inaugural address on 1st January 1961. കന്നഡി ഇതേപോലെ തന്നെ 1961 അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഒരു പ്രസംഗം ജനങ്ങളെ അഭിസംബോധന ചെയ്തു. അതിൽ കൂടി അപ്പോൾ നോക്കാം. നമുക്ക്. He said, ask not what your country can do for you. ഇത് നിങ്ങൾക്ക് വലിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാൻ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാൻ, അദ്ദേഹം പറഞ്ഞാൽ ഇതായിരുന്നു, ആസ്ക് നോട്ട്, ചോദിക്കരുത്, വാട്ട് യുവർ കൺട്രി ക്യാൻ ഡു ഫോർ യു, എന്താണ് നിങ്ങളുടെ രാജ്യം നിങ്ങൾക്ക് ചെയ്തത്. ബട്ട് ആസ്ക് വാട്ട് യു ഡു ടു ഫോർ യുവർ കൺട്രി, എന്നാൽ നിങ്ങൾ ചോദിക്കല്ലേ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ചെയ്തത് എന്നാണ്. നോക്കാം. സ്പീച്ചസ് ഡു ഇൻഫ്ലുവൻസസ്. അപ്പോൾ ഒരുപാട് നമ്മളെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ സ്പീച്ചുകൾ. Some of the political leaders are good speakers and that is why they are leadership positions. അപ്പോൾ പല രാഷ്ട്രീയ നേതാക്കളും വളരെ നല്ല പ്രാസംഗികരാണ്, അതുകൊണ്ട് തന്നെയാണ് അവർ ഉന്നത സ്ഥാനം വഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഒരുപാട് നീട്ടുന്നില്ല ഇത്. അപ്പോൾ ഇതൊക്കെ വെച്ച് നിങ്ങൾ ഇതിനെ ഒന്നുകൂടി എൻലാർജ് ചെയ്യുക. ഓക്കെ. then ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന് നമുക്ക് വരാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് വരാം കേട്ടോ. അതായത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. Christian Lagos suggests various means of empowering women. She persuasively insists on the idea that women should think and act independently. Keeping this in mind and prepare a script of a persuasive speech on the topic, education is the key to women empowerment, to be delivered at the school assembly on the International Women's Day. That's March 8th. അപ്പോൾ ഒരു വുമൻസ് ഡേയിൽ നിങ്ങളുടെ അടുത്തൊരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പീച്ച് കൈമാറാൻ പറയുകയാണ് നമ്മുടെ റൈറ്റർ. അപ്പോൾ എന്താണ് സ്ത്രീകളുടെ
സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് നൽകേണ്ട സ്വാതന്ത്ര്യം എങ്ങനെയാണ്, അവരുടെ എംപവർമെൻ്റാണ്, എന്താണ് സ്ത്രീ ശാക്തീകരണം, എന്താണ്, ഇതിനെക്കുറിച്ചാണ് ഇതിൽ വിവരിക്കുന്നത്. ഇത് ഞാനൊരു കട്ട് ചെയ്ത് അടുത്ത ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷൻ തരാം. കാരണം ഒരുപാട് ഡാറ്റ ആകുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ്. അപ്പോൾ അത് തൽക്കാലം ക്ഷമിക്കുക, നമ്മൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ ദെൻ.